ഒരു വെറും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളയാളും റിയൽ ലൈഫ് പ്രൊഫഷണൽ എഞ്ചിനീയറും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ കമ്പനികൾക്ക് ആവശ്യം ലോകത്തിലെ റിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിവുള്ള റിയൽ സ്കിൽസ് ഉള്ള പ്രൊഫഷണലുകളെയാണ്, അല്ലാതെ വെറും ബുക്കിഷ് നോളജ് ഉള്ളവരെയല്ല. അതിന് നിങ്ങൾ എവിടെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു, എത്രത്തോളം പ്രാക്ടിക്കൽ എക്സ്പോഷർ നേടുന്നു എന്നത് വളരെ നിർണായകമാണ്. അതുകൊണ്ടാണ് ബിഗിനേഴ്സിന് അനുയോജ്യമായ ഈ ഒരു ഇയർ ഷോർട്ട് ഡ്യൂറേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രോഗ്രാം ഒരു മികച്ച ഓപ്ഷൻ ആകുന്നത്. ഇതിലൂടെ പ്രൊഫഷന്റെ ഫസ്റ്റ് ഹാൻഡ് ഫീലും പ്രധാന സ്കിൽ സെറ്റുകളും സ്വന്തമാക്കി കരിയർ സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് ആവശ്യമെങ്കിൽ ഹയർ എഞ്ചിനീയറിംഗ് ഡിഗ്രിയിലേക്ക് ഗ്രേഡപ്പും ചെയ്യാം. യൂറോപ്പിൽ ഓഫർ ചെയ്യുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫൗണ്ടേഷൻസ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി പ്രോഗ്രാം നിങ്ങളെ ഇതിന് സഹായിക്കും. ഒരു വർഷം കൊണ്ട് എഞ്ചിനീയറിംഗിന്റെ കോർ ഏരിയകളിൽ സ്ട്രോങ് ആയ പ്രാക്ടിക്കൽ ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യാം. ഇതിനുശേഷം ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഡയറക്റ്റ് പ്രോഗ്രഷൻ നേടാം. ഒപ്പം ഇൻഡസ്ട്രിയിലെ എൻട്രി, മിഡിൽ ലെവൽ ടെക്നിക്കൽ പൊസിഷനുകളിലേക്ക് നിങ്ങളെ പ്രാക്ടിക്കലായി സജ്ജമാക്കുന്ന കോഴ്സ് കൂടിയാണിത്. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും? +2-വിൽ ഫിസിക്സും മാത്തമാറ്റിക്സും കോർ സബ്ജക്റ്റുകളായിരുന്നോ? എല്ലാ സബ്ജക്റ്റിനും മിനിമം 50% മാർക്കുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പൂർണ്ണമായും എലിജിബിൾ ആണ്. ഓർക്കുക, ഈ കോഴ്സ് വെറും ഒരു സർട്ടിഫിക്കറ്റ് നേടാനുള്ള പ്രോഗ്രാം മാത്രമല്ല. മാൾട്ടയിലെ ചേംബർ ഓഫ് കോമേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് ജോബ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ലഭിക്കും. കോഴ്സിന് ശേഷം മികച്ച കരിയർ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനും ഗ്ലോബൽ ഇൻഡസ്ട്രിയിൽ സെറ്റിലാകാനും അഡീഷണൽ ഗൈഡൻസും സപ്പോർട്ടും റെഡിയാണ്. മാത്തമാറ്റിക്സ്, അഡ്വാൻസ്ഡ് ഫിസിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, സി പ്രോഗ്രാമിംഗ്, വർക്ക്ഷോപ്പ് പ്രാക്ടീസ് തുടങ്ങി എല്ലാ സബ്ജക്റ്റുകളും പ്രാക്ടിക്കൽ അപ്രോച്ചിലാണ് പഠിപ്പിക്കുന്നത്. പരമ്പരാഗത പരീക്ഷാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി അസൈൻമെന്റുകൾ, ലാബ് വർക്കുകൾ, പ്രോജക്റ്റുകൾ എന്നിവ സംയോജിപ്പിച്ചാണ് ഇവാലുവേഷൻ. അതിനാൽ ലാസ്റ്റ് എക്സാം ഓർത്ത് പേടിക്കേണ്ട കാര്യമേയില്ല. അതും ട്യൂഷൻ ഫീസ് വളരെ അഫോർഡബിൾ ആണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് 2 കരിയർ പാത്വേകൾ മുന്നിലുണ്ട്. ഒന്ന്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് വഴി ഡയറക്റ്റ് ജോബ് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാം. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, CAD, ക്വാളിറ്റി കൺട്രോൾ, പ്രൊഡക്ഷൻ ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികകളിൽ ജോലി ആരംഭിക്കാം. 2, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഡയറക്റ്റായി ഹയർ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാം. റോബോട്ടിക്സ്, മെക്കട്രോണിക്സ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ തുടങ്ങിയ സ്ട്രീമുകളിൽ ഡിഗ്രി പൂർത്തിയാക്കി ഗ്ലോബൽ ലെവലിൽ ഒരു പ്രൊഫഷണൽ എഞ്ചിനീയറായി കരിയർ വളർത്താം. എല്ലാ വലിയ എഞ്ചിനീയർമാരും ഒരു ചെറിയ തുടക്കത്തിൽ നിന്നാണ് കരിയർ ആരംഭിച്ചത്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു ശരിയായ തീരുമാനം നാളെ നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കും. ഈ അവസരം പാഴാക്കരുത്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇന്നു തന്നെ ടീംസ് അബ്രോഡിനെ കോൺടാക്ട് ചെയ്യൂ. കൂടുതൽ സ്റ്റഡി അബ്രോഡ് അപ്ഡേറ്റ്സിനായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.